എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാസ്തുപ്രകാരം വീടുകളിൽ കണ്ണാടി ഏത് ദിശയിൽ വയ്ക്കണം എന്നതിനെ പറ്റിയാണ്. കണ്ണാടി മുടി ചീകാൻ മാത്രമല്ല, വാസ്തുപരമായി സമൃദ്ധിയെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണ് കണ്ണാടി. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കണ്ണാടി വയ്ക്കുന്നത് വാസ്തുപ്രകാരം ഉത്തമമാണ്. ഇത് വീട്ടിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മിക്ക ആളുകളും ചുമരിൽ കൊളുത്തിയിട്ടിട്ട് കണ്ണാടി തൂക്കിയിടുന്നത് കാണാറുണ്ട്. അതൊരു തെറ്റാണ്. വടക്കും കിഴക്കും സമ്പത്തിൻ്റെ മേഖലയാണ്. വടക്ക് ഭിത്തിയിലെ ഒരു കണ്ണാടി സാമ്പത്തിക അവസരങ്ങൾ ആകർഷിക്കുന്നു. കിഴക്ക് വളർച്ചയും ആരോഗ്യത്തെയും ആകർഷിക്കുന്നു. ഈ ഭാഗങ്ങളിൽ കണ്ണാടി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പടിഞ്ഞാറൻ ഭിത്തിയിൽ കണ്ണാടി വയ്ക്കാം, വേറെ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ. ഡ്രസ്സിംഗ് റൂമുകൾക്ക് ഇത് കുഴപ്പമില്ല. അത് പക്ഷേ വീടിൻ്റെ ഊർജത്തിന് വിപരീതമാണ്. തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും കണ്ണാടി തൂക്കരുത്. ഇത് വലിയ തർക്കവും ആരോഗ്യ പ്രശ്നങ്ങളും വിചിത്രമായ ചെലവുകളും കാരണമായേക്കാം. ചതുരവും ദീർഘചതുരവുമായ കണ്ണാടികളാണ് വീടുകളിൽ വെക്കേണ്ടത്. ഇവ രണ്ടും സ്ഥിരതയെ പ്രതിനിധീകരിക്കുന്നു. കിഴക്ക് ഭിത്തിയിലെ ഒരു ചതുരാകൃതിയുള്ള കണ്ണാടി സാധാരണ ജീവിതത്തിന് അനുയോജ്യമാണ്. വൃത്തങ്ങളും ഓവൽ ഷേപ്പിലുമുള്ള കണ്ണാടികൾ ബാത്റൂമിന് അനുയോജ്യമാണ്. പക്ഷേ അവ നിങ്ങളുടെ പ്രധാന കണ്ണാടികളായിരിക്കരുത്. ത്രികോണങ്ങൾ, ഷഡ്ഭുജങ്ങൾ, ഡിസൈനർ കണ്ണാടികൾ വയ്ക്കുന്നത് ഊർജപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും വീട്ടിലെ ആളുകളെ അസ്വസ്ഥരാക്കുകയും ചെയ്യും. വാസ്തുപ്രകാരം വീട്ടിൽ വയ്ക്കുന്ന കണ്ണാടികൾക്ക് വലിപ്പം പ്രധാനമാണ്. വാസ്തു വലിപ്പത്തിനനുസരിച്ച് കണ്ണാടി വയ്ക്കുന്നതാണ് നല്ലത്. ചെറിയ കണ്ണാടി മോശം വാസ്തുവായി കാണുന്നു. ഡ്രസ്സിംഗ് റൂമിൽ വലിയ നീള കണ്ണാടിയാണ് നല്ലത്. ഡൈനിങ് റൂമിലും വലിയ കണ്ണാടിയാണ് നല്ലത്. ഇത് മേശയിലെ ഭക്ഷണത്തെ ഇരട്ടിയാക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ധാരാളം കഴിക്കാനുണ്ടെന്നതിൻ്റെ പ്രതീകമാണ്. ബെഡ്റൂമിൽ കണ്ണാടി വയ്ക്കുന്നത് കിടക്കയിൽ കിടക്കുമ്പോൾ കണ്ണാടിയിൽ സ്വയം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെ കണ്ണാടി ഉണ്ടെങ്കിൽ രാത്രിയിൽ അതിലൊരു തുണിയിട്ട് മൂടാവുന്നതാണ്. മുൻവാതിലിന് അഭിമുഖമായി കണ്ണാടി വയ്ക്കരുത്. ഇത് വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഊർജവും കണ്ണാടിയിൽ തട്ടി പുറത്തേക്ക് പോകും. പൊടിപടലങ്ങളുള്ളതോ പുള്ളികളുള്ളതോ ആയ ഒരു കണ്ണാടിയെ തുടച്ച് വൃത്തിയാക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിത്വമാണ് പ്രദാനം ചെയ്യുന്നത്. ലിവിംഗ് റൂമിന് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ചുമരുകളിൽ ഒരു കണ്ണാടി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇടം കൂടുതൽ വളർച്ചയും തുറന്ന മനസ്സും സൃഷ്ടിക്കുന്നു. വീടിലും ഓഫീസിലും വാസ്തുപ്രകാരം കണ്ണാടിയുടെ ദിശ ശരിയായി സ്ഥാപിച്ചാൽ പോസിറ്റിവിറ്റിയും സമൃദ്ധിയും വർദ്ധിക്കും. കിടക്കയ്ക്ക് എതിർവശത്ത് കണ്ണാടികൾ വയ്ക്കുന്നത് ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. സ്വീകരണ മുറിയുടെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ചുമരുകളിൽ കണ്ണാടി വയ്ക്കുന്നത് ദാനശീലം പ്രതിഫലിപ്പിക്കുകയും അതിലൂടെ സമ്പത്തും സൗഭാഗ്യവും ലഭിക്കുകയും ചെയ്യും. ഓഫീസിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ചുമരുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടിക്ക് തുറന്ന സ്ഥലങ്ങളെയോ വാതിലുകളെയോ പ്രതിഫലിപ്പിക്കുന്നത് പുതിയ അവസരങ്ങളും പുരോഗതിയും ആകർഷിക്കുന്നു. വാസ്തുപ്രകാരം കണ്ണാടിയുടെ ദിശ എന്നത് കണ്ണാടികൾക്ക് ഊർജം ആഗിരണം ചെയ്യാനും പ്രതിഫലിപ്പിക്കാനുമുള്ള ശക്തിയുണ്ട്. അവ പ്രതിഫലിപ്പിക്കുന്ന എന്തിൻ്റെയും ഊർജത്തെ വർദ്ധിപ്പിക്കാൻ അവയ്ക്ക് കഴിയും. ശരിയായ ദിശയിൽ വയ്ക്കുന്ന കണ്ണാടികൾക്ക് സ്ഥലത്തിൻ്റെ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കാൻ കഴിയും. നേരെ മറിച്ചാണ് വെച്ചതെങ്കിൽ അവയ്ക്ക് നേരെ വിപരീത ഫലം ഉളവാക്കാൻ കഴിയും. കിടപ്പുമുറിയിൽ കണ്ണാടികൾ കിടക്കയ്ക്ക് നേരെ എതിർവശത്തോ ഉറങ്ങുന്ന വ്യക്തിയെ കണ്ണാടിയിലൂടെ കാണുന്ന സ്ഥലത്തോ വയ്ക്കരുത്. കാരണം ഇത് വ്യക്തിക്ക് ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. സ്വീകരണ മുറിയിൽ വാസ്തുപ്രകാരം വടക്ക് കിഴക്കേ ഭാഗത്തെ ചുമരാണ് ഏറ്റവും നല്ലത്.
ഇത് ഈ വീട്ടിൽ സമ്പത്തും ഭാഗ്യവും ആകർഷിക്കും. പൊട്ടിയതോ തകർന്നതോ ആയ കണ്ണാടികൾ നോക്കാതിരിക്കുക. ഇത് ഊർജത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. പണം സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ഇത് അലമാരയിലായാലും ലോക്കറിലായാലും ഇതിൻ്റെ എതിർഭാഗത്തായി കണ്ണാടി വയ്ക്കുന്നത് പണം ഇരട്ടിയാക്കാൻ സഹായിക്കും. വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് കണ്ണാടികൾ എവിടെ വച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ചില സ്ഥാനങ്ങളിൽ കണ്ണാടി വയ്ക്കുന്നത് നെഗറ്റീവ് എനർജിക്ക് കാരണമാകും. കണ്ണാടി ഇല്ലാതെ വീടുകൾ തീരെ ഉണ്ടാവില്ല. ദിവസം ഒരു തവണയെങ്കിലും കണ്ണാടിയിൽ നോക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഇതുകൊണ്ട് തന്നെ വീട് പണിയുമ്പോഴും കണ്ണാടിക്ക് പ്രധാന സ്ഥാനമുണ്ട്. കണ്ണാടി കള്ളം പറയില്ലെന്നാണ് പൊതുവെ പറയുക. പൊട്ടിയ കണ്ണാടി വീട്ടിൽ വയ്ക്കരുത്. അതിൽ മുഖം നോക്കുകയും ചെയ്യരുത്. കോണിപ്പടികൾക്ക് അഭിമുഖമായും കണ്ണാടി വയ്ക്കരുത്. ഇത് പോസിറ്റീവ് ഊർജത്തെ ദോഷകരമായി ബാധിക്കും. ടോയ്ലറ്റ് വാതിലിന് വിപരീത ദിശയിലായി കണ്ണാടി വയ്ക്കുക. അതായത് ടോയ്ലറ്റ് വാതിൽ തുറക്കുമ്പോൾ അവിടെ നിന്നുള്ള നെഗറ്റീവ് ഊർജം കണ്ണാടി വലിച്ചെടുക്കുകയും വിധത്തിൽ ടോയ്ലറ്റ് ബാത്റൂമുമായി ചെയ്യുന്ന ചുമരിൽ കണ്ണാടി വയ്ക്കരുത്. ചെറിയ ഇടനാഴികളിലും കണ്ണാടി വയ്ക്കുന്നത് ഇത് നെഗറ്റീവ് എനർജിക്ക് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.